രാഹുൽ ഈശ്വർ, ഇത് സംഘപരിവാറിന് കീഴടങ്ങുന്നു UDF സർക്കാർ എന്ന ഇമേജ് മാറുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ നടപടികളിലൂടെ? ശ്രീ രാഹുൽ, എന്തായാലും അങ്ങനെ ഒരു ചാപ്പ ഉണ്ടായിരുന്നു, അത് പ്രതിപക്ഷം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയുള്ള തുടർ നടപടികൾ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതൊരു ഇമേജ് ബിൽഡിംഗ് ആകുന്നുണ്ടോ? മഞ്ജുഷ്, നമ്മൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രം ആത്മാർത്ഥമായിട്ട് അറിയണം. സെന്റർ ലെഫ്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, സെന്റർ റൈറ്റ് എന്ന് പറയുന്നത് BJP ആണ്, ലെഫ്റ്റ് വിംഗ് ഫോഴ്സസ് ആണ് CPI, കുറെ കൂടെ ഇടതോട്ടാണ് CPM. റൈറ്റിലേക്ക് നോക്കിയാൽ പണ്ട് ഇന്ത്യയിലെ ആദ്യ വലതുപക്ഷ പാർട്ടിയായ രാജഗോപാലാചാര്യയുടെ സ്വതന്ത്ര പാർട്ടി ഉണ്ട്, RSS BJPയുടെ ഫോർമേഷൻ ഉണ്ട്. അന്നത്തെ കാലത്തില്ല, പക്ഷെ അവരുടെ ആശയധാരയുണ്ട്. കുറെ കൂടെ റൈറ്റിലേക്ക്, എക്സ്ട്രീം റൈറ്റിലേക്ക് ഹിന്ദു മഹാസഭയുണ്ട്. കുറെ കൂടെ വലതേക്ക് പോയാൽ നാഥുറാം ഗോഡ്സെ പോലുള്ള ആൾക്കാരുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഓണസ്റ്റ് പൊളിറ്റിക്കൽ സ്പെക്ട്രം. ഇതിൽ BJP സെന്റർ റൈറ്റ്, പ്രത്യേകിച്ച് മോദിജി ഒരു മധ്യ വലത് എന്ന് പറയുന്ന നിലപാടെടുക്കുന്നവരാണ്. നെഹ്റുജി നേരെ തിരിച്ച് മധ്യ ഇടതായിരുന്നു, കോൺഗ്രസിലെ മധ്യവലതായിരുന്നു സർദാർ പട്ടേൽ അടക്കമുള്ള ആൾക്കാർ. ഇനിയും ഓരോ വിഷയത്തിനും ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ഓരോ നിലപാടുകളുണ്ട്. വന്ദേ മാതരം പൂർണ്ണമായി പാടേണ്ട യാതൊരു ആവശ്യവും രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യക്കാരനില്ല. കാരണം ഈ രാജ്യത്തിന്റെ അച്ഛനായ മഹാത്മാഗാന്ധി, ഈ രാജ്യത്തെ രാജ്യസ്നേഹികളുടെ രാജകുമാരനായ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഈ രാജ്യത്തിലെ ഗുരുദേവായ ജനഗണമന അടക്കം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ, ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഈ 5 പേരും കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ് ആദ്യ 2 പാരഗ്രാഫ് മതിയെന്ന്. അതിനേക്കാൾ വലിയ രാജ്യസ്നേഹി നമ്മൾ ആരും ആകണ്ട. ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ പടപൊരുതി ജീവിതം ഹോമിച്ച ഏറ്റവും പ്രമുഖരായ 5 പേർ ചേർന്നെടുത്ത തീരുമാനമാണ്. അതായത് ദുർഗ, ലക്ഷ്മി, സരസ്വതി സ്തുതികളുടെ മെൻഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് അത് അൺകംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ അതുകൊണ്ട് ഒറിജിനൽ വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസേ ഉള്ളായിരുന്നു. ആ 2 സ്റ്റാൻസ നമ്മൾ പാടിയാൽ മതി. വന്ദേ മാതരം മനോഹരമായ ഒരു സോങ്ങാണ്, പൂർണ്ണമായി പാടാനുള്ള 2 സ്റ്റാൻസേ ഉള്ളൂ. അതിനു മുമ്പ് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പോലും ആലപിച്ചിരുന്നതാണല്ലോ മുഴുവൻ സ്റ്റാൻസയും. നന്നായി ശ്രീ സാബു പ്രസാദ് അദ്ദേഹത്തിന്റെ അറിവില്ലാതെ എക്സ്പോസ് ചെയ്ത് നന്നായി. അദ്ദേഹം അറിഞ്ഞിരിക്കണം, വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസേ ഉള്ളൂ. വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസേ ഉള്ളൂ. വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസേ ഉള്ളൂ. വന്ദേ മാതരത്തിൽ ഒറിജിനൽ വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസേ ഉള്ളൂ. അതായത് ഇതുപോലും അറിയില്ല. ഇതാണ് കപട രാജ്യസ്നേഹം. ബങ്കിം ചന്ദ്ര ചാറ്റർജി 2 പാരഗ്രാഫുകളാണ് ആദ്യം എഴുതിയത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ആനന്ദമഠം നോവൽ വരുന്നു. അതിലാണ് അദ്ദേഹം ബാക്കി 4 പാരഗ്രാഫ് കൂടിച്ചേർത്തത്. ശ്രീ മഞ്ജുഷ്, അല്ല രാഹുലെ, 1935 വരെ കോൺഗ്രസിന്റെ സെഷനുകളിലും, ഞാൻ ഈ വന്ദേമാതരം അല്ല നമ്മുടെ ചർച്ചാ വിഷയം, പക്ഷേ താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്, 1935 വരെ കോൺഗ്രസിന്റെ സെഷനുകളിൽ പോലും വന്ദേമാതരം ഈ 6 ചരണങ്ങളും ആലപിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് 1950-ൽ ഈ 2ആയിട്ട് ചുരുക്കിയത്. താങ്കൾ പറഞ്ഞു യഥാർത്ഥ ദേശസ്നേഹികൾ ചേർന്നാണ് തീരുമാനമെടുത്തത് എന്ന്. പക്ഷെ അതിനു മുൻപ് ഇതേ ദേശസ്നേഹികൾ തന്നെ ആലപിച്ചിട്ടുണ്ട് കേട്ടോ. താങ്കൾ പറഞ്ഞത് അതിന്റെ അല്ലല്ലോ, ഞാൻ പറയട്ടെ, അത് ആനന്ദമഠത്തിൽ പിന്നീട് ഈ 4 സ്റ്റാൻസുകൾ കൂടി വന്നു എന്നുള്ളതാണല്ലോ. അത് തന്നെയാണ് ശ്രീ രാഹുൽ ഈശ്വർ. വന്ദേ മാതരം എന്ന് പറയുന്നത് ഈ 6 സ്റ്റാൻസുകളുമുണ്ട്. ദേശീയ ഗാനം എന്നുള്ള രീതിയിൽ അത് 2 സ്റ്റാൻസയാക്കി ചുരുക്കി. അല്ല, ഞാൻ പറയട്ടെ രാഹുൽ ഒരു കാര്യം, കോൺഗ്രസിന്റെ സെഷനുകളിൽ ഇത് എത്ര സ്റ്റാൻസ് ആലപിച്ചിരുന്നു? ഞാൻ പറയട്ടെ രാഹുലെ, കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര സ്റ്റാൻസ് ആലപിച്ചിരുന്നു? ഞാൻ അതല്ലേ പറഞ്ഞത്, കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര സ്റ്റാൻസ് ആലപിച്ചിരുന്നു? മഞ്ജുഷ് ശ്രദ്ധിക്കൂ, എന്റെ സമയമല്ലേ, മഞ്ജുഷിനോടാണ് ചോദ്യം. എനിക്ക് മനസ്സിലായി, കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര സ്റ്റാൻസ് ഉണ്ടായിരുന്നു? എന്റെ ചോദ്യം മഞ്ജുഷിനോടാണ്. മഞ്ജുഷ് എന്റെ ചോദ്യം അത് ചോദിക്കട്ടെ. മഞ്ജുഷ് എന്റെ ചോദ്യം മഞ്ജുഷിനെ പറഞ്ഞ് പിടിക്കപ്പെട്ടെ. മഞ്ജുഷ് എന്റെ ചോദ്യം ാണ്. മഞ്ജുഷ് ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. വന്ദേ മാതരം ആദ്യം എഴുതിയപ്പോ 2 സ്റ്റാൻസയാണോ 6 സ്റ്റാൻസയാണോ ഉണ്ടായിരുന്നത്? 2 സ്റ്റാൻസ. പക്ഷെ പിന്നീട് താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ, ആനന്ദമഠത്തിൽ ആ 4 സ്റ്റാൻസയോടെ വന്നു എന്നുള്ളത്.
വന്ദേ മാതരം എന്ന രീതിയിൽ ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ കോൺഗ്രസിന്റെ സെഷനുകളിൽ ഈ 2 സ്റ്റാൻസിയാണോ ഉണ്ടായിരുന്നത്? രാഹുൽ ഞാനൊന്ന് ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര സ്റ്റാൻസ് ഉണ്ടായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര ചരണം ഉണ്ടായിരുന്നു? താങ്കൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. വന്ദേ മാതരം അല്ല നമ്മുടെ ചർച്ചാ വിഷയം, പക്ഷെ താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര സ്റ്റാൻസ് ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഓരോ പ്രേക്ഷകനും കേൾക്കണം, വന്ദേ മാതരത്തിന്റെ ചരിത്രം പോലും അറിയില്ല. അതായത് വന്ദേ മാതരം ആദ്യം 2 പാരഗ്രാഫുകളായിരുന്നു. അതിനുശേഷമാണ് ആനന്ദമഠം വന്നത്. ആനന്ദമഠത്തിലേക്ക് ശ്രീ ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെങ്കിൽ ചടോപാധ്യായ ഈ 2 പാരഗ്രാഫിന്റെ കൂടെ 4 പാരഗ്രാഫ് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഈ 2 പാരഗ്രാഫാണ് ഒറിജിനൽ വന്ദേ മാതരത്തിന് ഉണ്ടായത്. കോൺഗ്രസിന്റെ സെഷനുകളിലൂടെ പറയട്ടോ, കോൺഗ്രസിന്റെ സെഷനുകളിൽ എങ്ങനെയാണെന്ന് കൂടെ പറയൂ. ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കല്ലേ രാഹുലെ. കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര സ്റ്റാൻസ് ഉണ്ടായിരുന്നു? എന്റെ ചോദ്യം ഇത് ഞാൻ പറഞ്ഞ വസ്തുതയല്ലേ? കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര സ്റ്റാൻസ് ഉണ്ടായിരുന്നു? അതിൽ നിന്നാണല്ലോ 2 ആയിട്ട് പിന്നീട് ചുരുക്കിയത്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഡിനൈ ചെയ്യാമോ? എന്റെ പൊന്നു രാഹുലെ, അതല്ല നമ്മുടെ ഡിബേറ്റബിൾ പോയിന്റ്. താങ്കൾ പറഞ്ഞു 1950-ൽ 2 സ്റ്റാൻസിയാക്കി ചുരുക്കി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപ് എത്രയായിരുന്നു? 1935 വരെ. എന്റെ സമയമല്ലേ അന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിയാതെ നിലവിളിക്കുന്ന എന്തിനാണ്? യഥാർത്ഥത്തിൽ ഓരോ പ്രേക്ഷകനും കാണണം, ഇത്തരത്തിൽ കപട രാജ്യസ്നേഹം പറയുന്നവർ ഒരു ചോദ്യത്തിൽ തകർന്നു വീഴാനേ ഉള്ളൂ. ഇനി എന്റെ മറുപടി, വന്ദേ മാതരം ഏത് ചോദ്യം? എന്താണ് താങ്കൾ പറയുന്നത്? കോൺഗ്രസിന്റെ സെഷനുകളിൽ ആലപിച്ചിരുന്നത് ഈ 6 സ്റ്റാൻസിയുമായിരുന്നു രാഹുലെ. മഞ്ജുഷ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായി പറയുകയാണ്. അഥവാ ഷാബു പ്രസാദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷാബു പ്രസാദ് സംസാരിക്കുമ്പോൾ ഞാൻ ഇതേപോലെ ബഹളം വെക്കും. യാതൊരു മടിയും കാണില്ല. ഷാബു പ്രസാദ് സംസാരിക്കുമ്പോൾ ഇതേ ബഹളം ഞാൻ വെക്കും. മഞ്ജുഷിന്റെ ചർച്ച അലമ്പാന്ന് പറഞ്ഞ് പുള്ളിയോട് മിണ്ടായിരിക്കാൻ പറയണം. മഞ്ജുഷിന്റെ ചർച്ച അലമ്പാന്ന് പറഞ്ഞ് പുള്ളിയോട് മിണ്ടായിരിക്കാൻ പറയണം. ഷാബു രണ്ടുപേരും സംസാരിച്ചാൽ തിരിയുന്നില്ല കേട്ടോ. രണ്ടുപേരും സംസാരിച്ചാൽ തിരിയുന്നില്ല. രാഹുൽ പറഞ്ഞിട്ട് ഷാബുവിന് പറയാം എന്നുള്ള മറുപടി. മഞ്ജുഷ എന്റെ മറുപടി, വന്ദേ മാതരത്തിന്റെ ചരിത്രം പോലും അറിയാതെയാണ് കപട രാജ്യസ്നേഹികൾ വന്ദേ മാതരത്തെ വടിയായി ഉപയോഗിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ തല്ലുന്നത്. രാഹുൽ പറയട്ടെ, രാഹുൽ പറഞ്ഞിട്ട് അതിന് മറുപടി പറയാം. ഷാബു രാഹുൽ പറയട്ടെ. അല്ല, കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. പൊള്ളയാണ് പുള്ളിയുടെ വാദങ്ങൾ, പൊള്ളയാണ്. വാദങ്ങൾക്ക് കഴമ്പില്ല, ഫാക്ട് ഇല്ല, വസ്തുതയില്ല. ഷാബു പറയല്ലേ. ഷാബു പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ടാണ്. രാഹുൽ പറഞ്ഞു തീരട്ടെ. രാഹുലിന്റെ പൊള്ളയ വാദങ്ങൾ ഉന്നയിക്കട്ടെ. ശരി, അദ്ദേഹത്തിന്റെ വാദങ്ങൾ തകർന്നു വീഴുമെന്ന പേടിയാണ്. ഇനി ഞാൻ പറയാം, വന്ദേ മാതരം അടക്കമുള്ളവയിൽ ശക്തമായ നിലപാട് നമ്മൾ എടുക്കണം. എന്തുകൊണ്ടാണ്? ഗാന്ധിജിയും നേതാജിയും നെഹ്റുജിയും സർദാർ വല്ലഭായ് പട്ടേലും രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ള രാജ്യസ്നേഹികൾ എടുത്ത നിലപാട് അതാണ്. ആ നിലപാടിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. ഇനി ആർക്കെങ്കിലും അത് പൂർണ്ണമായി പാടണമെന്നുണ്ടെങ്കിൽ പാടിക്കോട്ടെ, തീർച്ചയായിട്ടും അതിനെ ആദരിക്കണം. ആര് വേണ്ടെന്ന് പറയുന്നു? ഏറ്റവും ആദരവോടുകൂടി തന്നെ വന്ദേ മാതരത്തെയും സാരേ ജഹാം സേ അച്ഛയും ജനഗണമനയും നമ്മുടെ എല്ലാ ദേശീയ ബിംബങ്ങളെ കാണണം. പക്ഷേ വന്ദേ മാതരം അടിച്ചേൽപ്പിക്കാനോ വന്ദേ മാതരത്തെ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെ അടിക്കാനോ നമ്മൾ സമ്മതിക്കരുത്. ശരി രാഹുൽ, ഒരു ചോദ്യം എടുക്കുന്നു, ചോദിച്ചോട്ടെ. താങ്കൾ പറഞ്ഞു 2 സ്റ്റാൻസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. പക്ഷെ താങ്കൾ ഇതിന് മറുപടി പറയുന്നില്ല. കോൺഗ്രസിന്റെ സെഷനുകളിൽ എത്ര സ്റ്റാൻസ ഉണ്ടായിരുന്നു? 6 കോൺഗ്രസിന്റെ സെഷനിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ഇത് ആലപിക്കുന്നത്. അതെ, അതൊക്കെ അറിയാം. ടാഗോർ അടക്കം പല കോൺഗ്രസിന്റെ സെഷനിലും ഇത് ഫുൾ ആലപിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, അത് ഇതേ രാജ്യസ്നേഹികൾ തന്നെയാണല്ലോ അവിടെയും ആലപിച്ചത്. 1950-ൽ പിന്നെ തിരുത്തിയ ഇതേ രാജ്യസ്നേഹികൾ. അപ്പൊ താങ്കൾ ഞങ്ങൾ ഞങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ പകുതി വെന്ത കാര്യങ്ങൾ പറയരുത്. എന്റെ വാദഗതി, വന്ദേ മാതരം ഒറിജിനലി ആദ്യമായി എഴുതിയപ്പോൾ അതിൽ 2 സ്റ്റാൻസിയ ഉണ്ടായിരുന്നു. അത് പ്രസക്തമേ അല്ല രാഹുൽ, അത് പ്രസക്തമേ അല്ല. അത് പ്രസക്തമാണ്. അത് പ്രസക്തമല്ല. കാരണം അതിനുശേഷം 6 സ്റ്റാൻസയും കോൺഗ്രസിന്റെ സെഷനുകളിൽ ഉണ്ടായിരുന്നു. അതാണ് പ്രസക്തമായ കാര്യം. അത് പിന്നീട് 1950-ൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മാറ്റുകയായിരുന്നു ചെയ്തത്. താങ്കൾ 2 ചരണം പാടണമെന്നുള്ള നിലപാടുള്ള ആളാണ്. പക്ഷേ ഈ വസ്തുതകളെ വളച്ചൊടിച്ച് പറയരുത് താങ്കളുടെ ഭാഗം ന്യായീകരിക്കുന്നതിന്. ശരി, നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. ഇത് ഈ സംഘപരിവാറിന് കീഴടങ്ങുന്നു എന്നുള്ള പ്രതിച്ഛായയിൽ മാറ്റം വരുത്തുവാൻ ഉതകുന്നുണ്ടോ UDF സർക്കാരിനെ എന്നുള്ളതാണ്. ബാക്കി താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഷാബു മറുപടി നൽകും. ശരി, അപ്പോ അൾട്രാ റൈറ്റ് വിംഗിന്റെ നിലപാടിലേക്ക് കോൺഗ്രസ് പോകരുത്. തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടിലേക്ക് കോൺഗ്രസ് പോകരുത്. കോൺഗ്രസ് മധ്യ വലതിനെ അക്കോമഡേറ്റ് ചെയ്യണം, സംശയമില്ല. സെന്റർ റൈറ്റ്. അതുകൊണ്ടാണ് ഗാന്ധിജി, ശ്യാമപ്രസാദ് മുഖർജി, ഗാന്ധിജിയും കൂടെ താല്പര്യപ്പെട്ടാണ് നെഹ്റുജി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയത്. അതായത് ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്ന ഇന്നത്തെ BJP അടക്കമുള്ള ഓർഗനൈസേഷന്റെ പ്രാഥമിക അല്ലെങ്കിൽ ആദ്യ രൂപമായ
ജനസംഘം അടക്കമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം നൽകിയ ശ്യാമപ്രസാദ് മുഖർജിയും ഗുരുജി ഗോൾവൽക്കർ അടക്കമുള്ളവരുമായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുജിയുടെ മിനിസ്ട്രിയിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നു, ഗാന്ധിജി അടക്കമുള്ളവരുടെ താല്പര്യത്തിൽ. അതിന്റെ കാരണം റൈറ്റ് വിങ്ങിലെ നല്ല എലിമെന്റ്സ്, തീവ്ര വലതുപക്ഷത്തെ അല്ല, നല്ല എലിമെന്റ്സിനെ ഭരണത്തിൽ കൂടെ കൂട്ടണം. സർദാർ പട്ടേൽ ആ നിലപാടുകാരനായിരുന്നു, ഗാന്ധിജി ആ നിലപാടുകാരനായിരുന്നു. ഇവിടെ എന്താ പറ്റുന്നത്? വീര സവർക്കർ, നേരത്തെ ചോദിക്കുണ്ടായി വീര സവർക്കറെ വീരനായി ചിത്രീകരിക്കുന്നു എന്ന്. അങ്ങനെയല്ല, വീര സവർക്കർ വീരൻ തന്നെയാണ്. 10-11 വർഷം നമുക്ക് വേണ്ടി ജയിലിൽ കിടക്കുകയും വീണ്ടും ഒരു 11-12 വർഷം റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്സോടെ ജീവിക്കുകയും ചെയ്ത വീര സവർക്കർ ഒരു വീരൻ തന്നെയാണ്. മഹാത്മാഗാന്ധിക്ക് സവർക്കറെ ബഹുമാനമായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് സവർക്കറെ ബഹുമാനമായിരുന്നു. ഇതേ തെറ്റാ കോൺഗ്രസ് ചെയ്യുന്നത്. എവിടെയാണെന്നറിയാമോ? അവർ തീവ്ര ഇടതിൽ നിന്നാണ് വീര സവർക്കറെ നോക്കുന്നത്. ഒരു സെന്ററിൽ നിന്ന് വീര സവർക്കറെ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളെ നമുക്ക് എതിർപ്പോടെ കാണാം. പക്ഷേ വീര സവർക്കർ ചെയ്ത കോൺട്രിബ്യൂഷൻസ് ബഹുമാനമുള്ളതാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി വീര സവർക്കറെയും GD സവർക്കറെയും മോചിപ്പിക്കണമെന്ന് എഴുത്തുവരെ എഴുതി. അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു കാസർഗോഡ്, ഒരു അധ്യാപകനെ കാസർഗോഡ് സസ്പെൻഡ് ചെയ്തു, അതിനെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? അല്ല, ഒറ്റ വരി കൂടെ പറഞ്ഞു തീർക്കാം. ഇവിടെ പ്രശ്നം അൾട്രാ റൈറ്റ് വിങ്ങിനെ അക്കോമഡേറ്റ് ചെയ്യാതെ മോഡറേറ്റ് റൈറ്റ് വിങ്ങിനെ അക്കോമഡേറ്റ് ചെയ്യണം. ഇത് രാഹുൽ ഈശ്വർ പറഞ്ഞ നിലപാടല്ല, ശ്രീ VD സതീശൻ ഒരിക്കൽ തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ്. തീവ്ര വലതൊഴിച്ച് ബാക്കിയുള്ള, അല്ലെങ്കിൽ തീവ്ര ഇടത് തീവ്ര വലതൊഴിച്ച് ബാക്കി എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാം. ശ്രീ TG മോഹൻദാസിക്ക് എന്താ പറ്റിയത്? ഒരിക്കലും ഒരു സ്ത്രീകളെ കുറിച്ചോ അല്ലെങ്കിൽ പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളെ താൻ ആരെങ്കിലും വെടിവെച്ചു കൊല്ലുമെന്ന് പറയുണ്ടായി. ഇത് തീവ്ര വലതാണ്. അതിനെ RSS തള്ളി പറഞ്ഞില്ലേ? മോഹൻ ഭഗവത്ജി ജൻസിയോടൊപ്പം വരുന്നത് ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞില്ലേ? കണ്ണടച്ച് വിശ്വസിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞില്ലേ? അപ്പോ സെന്റർ റൈറ്റിൽ നിൽക്കുന്ന സംഘവും തീവ്ര വലതിൽ നിൽക്കുന്ന സംഘികളും ഇത് രണ്ടാണ്. ഒരു സെന്റർ റൈറ്റ് ആയ മധ്യ വലതിൽ നിൽക്കുന്ന RSS എന്ന ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘവും തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന സംഘികളും രണ്ടാണ്. ഗുരുജി ഗോൾവൽക്കറുടെ കാലത്ത് പോലും ഈ തീവ്ര സംഘികളെയും തീവ്ര വലതുപക്ഷക്കാരെയും RSSന്റെ മീറ്റിംഗിൽ ഇറക്കി വിട്ടിട്ടുണ്ട് ഗാന്ധിജി അധിക്ഷേപിച്ചതിന്. അപ്പോൾ ഒരു ബാലൻസ് നമുക്ക് വേണം. യഥാർത്ഥത്തിൽ ആ ബാലൻസ് കോൺഗ്രസ് സർക്കാർ തിരിച്ചുപിടിച്ചു, വളരെ നല്ലതാണ്. ഈ സെൻട്രിസ്റ്റ് ബാലൻസ് ആണ് കോൺഗ്രസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മധ്യ വലതിനെയും മധ്യ ഇടതിനെയും ഉൾക്കൊണ്ടു പോകുന്ന, ഇനി കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം, രമേശ് ചെന്നിത്തലാജിയും ശശി തരൂറും ഒക്കെയാണ് സെന്റർ റൈറ്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. VD സതീശൻജി നമുക്കറിയാവുന്ന പോലെ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ്. ഈ ബാലൻസിലാണ് കോൺഗ്രസ് എക്കാലവും നിലനിന്നത്. കേന്ദ്രത്തിൽ ഈ ബാലൻസ് പോയതുകൊണ്ടാണ് അവർ തകർന്നത്. താങ്കൾ ഈ 3 കാര്യത്തിൽ, ഈ വന്ദേമാതരത്തിന്റെ വിഷയത്തിലും സവർക്കർ ക്വിസ് മത്സരത്തിൽ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത ഈ വിഷയത്തിലും TGയുടെ അറസ്റ്റിലും സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുകയാണ്. ആ ഒരു ഇമേജ് തിരിച്ചുപിടിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ആ വിശാല അർത്ഥത്തിൽ ആ ഇമേജ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലതുമാണ്, അത് പോസിറ്റീവാണ്, അതൊരു ബാലൻസ്ഡ് ഇമേജ് ആണ്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.